മാന്യ സ്നേഹിതർക്ക് സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു മുസ്ലിം സഹോദരൻ വിളിക്കുവാനിടയായി. അദ്ദേഹം എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം, അതിനു മുൻപിൽ ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ സുവിശേഷീകരണം ഇസ്ലാമികൾക്കിടയിൽ ഒരല്പം പ്രയാസമുള്ളതാണ് എന്നതിന് കാരണങ്ങൾ പറഞ്ഞിരുന്നു. ആ കാരണങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം എന്നെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ കുറച്ചധികം നേരം സംസാരിച്ചു. സ്നേഹമായിട്ട് തന്നെയാണ് പിരിഞ്ഞത്, വഴക്ക് കൂടിയില്ല, സ്നേഹമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ഉന്നയിച്ചു. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സഹതാപം തോന്നി. അദ്ദേഹത്തിന് കൃത്യമായി പോയിന്റ് ചെയ്ത് സംസാരിക്കാനുള്ള ശേഷിയില്ല, ചുമ്മാ പിടയ്ക്കുകയാണ്. അത് മിക്കവാറും ഇവരെല്ലാവരും വിളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. കാരണം ഇവർ പറയുന്ന ഭോഷ്കിന് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് അവരുടെ പദ്ധതി. ചുരുക്കി പറഞ്ഞാൽ, ത്രിത്വത്തിലേക്ക് ചാടി അള്ളാഹു എന്ന നാമോപയോഗത്തിലേക്ക് വന്നു. യാഹ്വേ എന്ന പേരിട്ടപ്പോഴത്തേക്ക് തന്നെ ആള് ഒളിക്കാൻ തുടങ്ങി. അവസാനം പുള്ളി ഇങ്ങനെ കറങ്ങി ഞാൻ ഇസ്രായേൽ വാറൊക്കെ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പുള്ളി കണക്ട് ആവുന്നില്ല. പുള്ളി അവിടെ നിന്ന് ചാടി പരിച്ഛേദനയിൽ കൊണ്ടുവന്ന് പുള്ളി ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട് പുള്ളി പോയി. ഞാൻ ആ പുതിയ മൊത്തം മേഖല സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അബ്രഹാം പറഞ്ഞിട്ടുണ്ട് പരിച്ഛേദന ഏൽക്കണമെന്ന്, തലമുറയായി പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു അത് ചെയ്തു. പിന്നെ നിങ്ങൾ ക്രൈസ്തവർ എന്താണ് ചെയ്യാത്തത്? ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പോൾ ഞാൻ മറുചോദ്യം ചോദിച്ചു. അബ്രഹാം ചെയ്തു, അബ്രഹാം തന്റെ തലമുറകളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ക്രിസ്തു അത് ചെയ്തു, പക്ഷെ ക്രിസ്തു ആരോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇനി അബ്രഹാം പറഞ്ഞത് കൊണ്ട് അവരുടെ തലമുറക്കാർ ചെയ്യുന്നു എന്നിരിക്കട്ടെ, പക്ഷേ അബ്രഹാമിന്റെ മക്കളോട്, അവന്റെ സന്തതികളോട് പരിച്ഛേദന ഏൽക്കാൻ പറയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരൻ അറ്റം വെട്ടിയിട്ട് നിന്നിട്ട് ഞങ്ങളും അബ്രഹാമിന്റെ മക്കളാണെന്ന് അവകാശം പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം ആ പുള്ളിയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. പിന്നെ പുള്ളി അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടേച്ചു പോയി. ഇനിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട്. എനിക്ക് ആ സംഭാഷണത്തിൽ നിന്ന് സംസാരിക്കുവാൻ, എൻ്റെ ശ്രോതാക്കളോടായി സംസാരിക്കുവാൻ താല്പര്യമുള്ളൊരു കാര്യം, അയാൾ സംസാരത്തിനിടയിൽ പറഞ്ഞത് അള്ളാഹു പണ്ടേ ഉണ്ടെന്നാണ്. ആദ്യം മുതലേ അള്ളാഹു ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു താല്പര്യം. ഞാൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ബൈബിളിൽ പോലും അള്ളാഹു എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. വളരെ ശരിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ നാമ ഉപയോഗം വളരെ കൃത്യമായി പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പിണയാനുള്ള സാധ്യതയുണ്ട്. ബൈബിളിൽ ദൈവം എന്നുപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ, എന്ന് വെച്ചാൽ എബ്രായ ബൈബിളിൽ, ഹീബ്രു ഭാഷയിൽ ദൈവം എന്നതിന് ഉപയോഗിക്കുന്ന എലോഹീം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളിടത്തെല്ലാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഏറെക്കുറെ ഉള്ളിടത്തെങ്കിലും എല്ലാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഞാൻ എത്ര ക്ലിയർ നമ്പർ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. എലോഹീം എന്ന പദം സത്യദൈവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി 2507 പ്രാവശ്യം ഓൾഡ് ടെസ്റ്റമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തന്നെ അള്ളാഹു എന്ന പദം അറബിക് ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കൃത്യം നമ്പർ എവിടെ നിന്നും കിട്ടുന്നില്ല. ഞാൻ പല സ്ഥലത്തും പരിശോധിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം എന്നുപയോഗിക്കാൻ വേണ്ടി എലോഹീം എന്നുപയോഗിച്ചിരിക്കുന്ന പദങ്ങളിൽ ഏറെക്കുറെ ഉള്ളിടത്തും എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തും ആയിക്കോട്ടെ, എല്ലായിടത്തും തന്നെ അറബിക് ട്രാൻസ്ലേഷനിൽ അള്ളാഹ് എന്നുപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമികളുടെ ദൈവമായ അള്ളാഹുവിന്റെ പേര് ബൈബിളിനകത്തുണ്ട് എന്നൊരു ഇസ്ലാം നിങ്ങളോട് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. കാരണം ബൈബിളിൽ പറയുന്നത് ദൈവം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമായ അള്ളാഹ് എന്ന പേരാണ്. അത് ഹീബ്രുവിലെ ഒരു പദമാണ്, അല്ലാതെ ഖുറൈശികളുടെ ഒരു ദൈവമല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. ഇസ്ലാം അള്ളാഹു എന്ന് പറയുമ്പോൾ അതൊരു പദപ്രയോഗമല്ല, ഖുറൈശികളുടെ ഒരു ദൈവമാണ്. അവർക്ക് 360 ദേവന്മാരും ദേവതകളും എല്ലാം കൂടി ചേർന്ന് 360 പേരുണ്ട്. അതിലൊന്നാണ് അള്ളാഹ്.
അത് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. വേണമെങ്കിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഹു വാസ് അല്ലാ ദയർ ഇൻ ഖുറൈഷ് ഓഫ് മെക്ക എന്ന് ടൈപ്പ് ചെയ്താൽ ഇസ്ലാമിന് മുമ്പുള്ള മക്കയിൽ ഖുറൈഷ് ഗോത്രം അള്ളാഹുവിനെ ഒരു പരമോന്നത സൃഷ്ടാവായ ദൈവമായും ഭവനത്തിന്റെ നാഥനായും, അതാണ് കബ എന്ന് പറയുന്നത്, അംഗീകരിച്ചിരുന്നു. എന്നാൽ അവർ ഒരു ബഹുദൈവാരാധന വ്യവസ്ഥയിൽ പ്രവർത്തിച്ചു. കണ്ട, വളരെ കൃത്യമാണ്. ബഹുദൈവാരാധന വ്യവസ്ഥയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പലപ്പോഴും മറ്റ് ദേവതകൾക്ക് മുൻഗണന നൽകി കബയിൽ സ്ഥാപിച്ചിരുന്ന ഖുബാൽ, അല്ലാത്ത്, ഉസ്സ തുടങ്ങിയ ജനപ്രിയ വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അള്ളാഹു ഉയർന്നതും അല്പം വിദൂരനുമായ ഒരു ദൈവമായി കണക്കാക്കപ്പെട്ടു. അപ്പോ അള്ളാഹുവിന്റെ 3 മക്കളും ദേവതമാരായിട്ട് നിപ്പുണ്ട്. അല്ലാത്ത്, അൽ ഉസ്സ, അൽ മനാത്ത എന്ന് പറയുന്ന 3 പേര്. അതിനേക്കാൾ പ്രധാനിയായിട്ട് ഹുബാൽ എന്ന് പറഞ്ഞിട്ടൊരു ചന്ദ്രദേവനുണ്ട്. ഇതൊക്കെ മേലെയാണ് ഇവർ പറയുന്ന അള്ളാഹു എന്ന ഒരു പാർട്ടി. അയാൾ ഇത്തിരി വിദൂരൻ എന്നാണ് പറയുന്നത്. ഇനി ഇസ്ലാമിന് മുമ്പുള്ള ഖുറൈശികളിൽ അല്ലാഹുവിന്റെ പ്രധാന വശങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും ഉയർന്ന അസ്തിത്വം. ബൈബിൾ പോലുള്ള സ്രോതസ്സുകളിൽ പ്രകാരം ഖുറൈശികൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. ഖുറൈശികളുടെ കാര്യം പറയുന്നത്. വീടിന്റെ നാഥൻ കബയെ ചിലപ്പോൾ അള്ളാഹുവിന്റെ ഭവനം എന്ന് വിളിച്ചിരുന്നു. വിഗ്രഹങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. കബയിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അള്ളാഹുവിനെ പൊതുവെ ഒരു അമൂർത്ത, അദൃശ്യ, പരമോന്നത ദൈവമായി കണക്കാക്കി ഖുബാലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭൗതിക വിഗ്രഹത്താൽ പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നില്ല. ഇനി ഖുബാലിന്റെ പങ്ക്. ഇസ്ലാം ഉത്തരം നൽകുന്നത് കബയെ നിയന്ത്രിക്കുന്ന ഉടനടി സജീവമായ ദേവൻ ഖുബാലാണെന്നാണ്. മക്കയിലേക്ക് മുമ്പ് കൊണ്ടുവന്ന ഒരു വിഗ്രഹമാണിത്. ഖുബാലിലെ ഖുറൈശികളുടെ പ്രധാന ഗോത്ര ദേവതയാക്കി അള്ളാഹു ഒരു പരമോന്നത സൃഷ്ടാവായ ദൈവമായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് അവരുടെ രൂപം. ഇനി മറ്റു വിശ്വാസങ്ങൾ അതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. ബൈബിൾ മിസിയോളജിയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ചില പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ വിദൂരനായി കണക്കാക്കിയിരുന്നു എന്നാണ്. അതേസമയം അല്ലാത്ത്, അൽ ഉസ്സ, മനാത്ത് എന്നിവരെ മനുഷ്യർക്കും അള്ളാഹുവിനുമിടയിൽ മധ്യസ്ഥരായി കണക്കാക്കിയിരുന്നു. ഏറെക്കുറെ രൂപം പിടിയിട്ട് കാണും. അപ്പൊ 360 ദേവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, ദേവതകളും എല്ലാം കൂടി ചേർത്ത്. അവരുടെ ഇടയിൽ നാഥനായി നിലനിന്നിരുന്ന ഒരു ദൈവമാണ് ഈ പറഞ്ഞ അള്ളാഹ് എന്ന് പറയുന്ന ആള്. അപ്പൊ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ ഹീബ്രു ട്രാൻസ്ലേഷനിൽ എലോഹീം എന്ന് ഉപയോഗിക്കുന്ന പദത്തിനും ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ തെയോസ് എന്ന് ഉപയോഗിക്കുന്ന പദത്തിനും തത്തുല്യ പദമായി അറബിക് ട്രാൻസ്ലേഷനിൽ അള്ളാഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ പദമല്ല ഇവരീ പറയുന്ന അള്ളാഹ് ഒരു പേഴ്സൺ ആണ്. ആ പേഴ്സൺ ഖുറൈശികളുടെ ഗോത്ര ദൈവമാണ്. ആ ദൈവത്തിന്റെ പുറകിൽ വീണുപോയ ദൂതനാണ്, അല്ലാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യാഹുവേ അല്ല. മനസ്സിലാക്കിക്കൊള്ളേണ്ടത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ സൈന്യങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്ന, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നറിയപ്പെടുന്ന യഹോവ അല്ല ഇവർ പറയുന്നയുള്ള കാര്യം. മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വേണം ഈ കാര്യം നിങ്ങൾ ഗ്രഹിക്കാൻ, ഇല്ലെങ്കിൽ അബദ്ധം പണയും. ഇവിടെ പദപ്രയോഗം മാത്രമാണ്, പക്ഷേ ഖുറൈശികൾക്ക് ആ പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോറിൻ ഗോഡ് ഉണ്ട്, അന്യദൈവമുണ്ട്. ആ ദൈവമാണ് ഈ പറഞ്ഞയാള്. അതുകൊണ്ട് തന്നെയാകണം മുഹമ്മദിന്റെ വരവോടുകൂടി ഇസ്രായേൽ മക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹ് എന്ന പേരിന് തത്തുല്യമായ പേരുള്ള ഗോത്ര ദൈവത്തെ ഇത് തന്നെയാണ് അതെന്ന് വരുത്തി തീർക്കേണ്ടതിന്, ഇത് തന്നെയാണ് യഹോവ എന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ടതിന് ഇവർ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ 5 വട്ടം നാടുനീളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാതൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആ അള്ളാഹു യഹോവയല്ല. ആ അള്ളാഹു എന്ന് പറയുന്നത് കൃത്യമായും ഖുറൈശികളുടെ ഗോത്ര ദൈവമാണ്. അതുകൊണ്ടാണ് ചിലരെങ്കിലും ചർച്ചക്കിടയിൽ സംസാരിക്കുമ്പോൾ അള്ളാഹു അല്ലാതൊരു ദൈവമില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ദൈവം എന്നത് നിങ്ങൾ സർവ്വദൈവത്തെയും, യഥാർത്ഥത്തിലെ ദൈവത്തെ, പരമോന്നതനായ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യാഹ്വേ അല്ലാതൊരു ദൈവമില്ലെന്ന് പറഞ്ഞുകൂടാ? മനസ്സിലാകുന്നുണ്ടോ?
അതവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന്റെ പുറകിൽ ഇവർ വളരെ കൃത്യമായിട്ടാണ് ഈ പിശാചിന്റെ നയം നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന ഈ പദത്തിന് സാക്ഷാൽ പരമോന്നതനായ ദൈവം എന്ന അർത്ഥമല്ല. പ്രത്യുത ഖുറൈശികളുടെ 360 ഒരു ദേവനാണ് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. ഇവിടെയാണ് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കേണ്ടത്. ആരും നമ്മളെ പറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സ്വന്തം പേരാണ് യാഹ്വേ. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ യഹോവ ആകുന്നു, ഞാൻ അല്ലാതൊരു അന്യ ദൈവമില്ല. ആ പദം തന്നെ ഉപയോഗിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ എലോഹീം എന്ന പദം യഹോവയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന പദമല്ല, മറ്റു ദൈവങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ള പദമാണത്. എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ദേവനായ കെമോശ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കയില്ലയോ എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്രായേൽ സംസാരിക്കുകയാണ്. നിന്റെ ദൈവമായ കെമോശ്, അവിടെ നിന്റെ ദൈവമായ കെമോശ് എന്നതിന് ഉപയോഗിക്കുന്നത് എലോഹീം കെമോശ് എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അപ്പോൾ കെമോശിനും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതേ വാക്യത്തിൽ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും. കണ്ടോ, ഇവിടെ ഞങ്ങളുടെ ദൈവമായ യഹോവ യാഹ്വേ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സ്വന്തം പേരാ ഇവിടെ പറയുന്നേ. അപ്പൊ ഒറ്റ വാക്യത്തിൽ കെമോശിനെ സൂചിപ്പിക്കാൻ അല്ലാ എന്ന പദം ഉപയോഗിക്കുന്നു. യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവത്തെ പരാമർശിക്കുവാൻ, ഇസ്രായേലിന്റെ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ യഹോവ എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോ എലോഹീം എന്ന പദം അതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ അല്ലാ ആണ് എന്ന് വരികിലും ആ പദപ്രയോഗം കെമോശിനും ഉപയോഗിച്ചിട്ടുണ്ട്. അർത്ഥം പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം എന്ന അർത്ഥത്തിൽ ദേവന്മാരെന്നും ദേവതകളെന്നും ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞ എലോഹീം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അല്ലാ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദപ്രയോഗമല്ല ഇവര് പറയുന്ന അല്ല. ഇവര് പറയുന്ന അല്ല ഖുറൈശികളുടെ അല്ലയാണ്. ആ അല്ല യഹോവയല്ല. ആ അല്ല അഖിലാണ്ടത്തിന്റെ ഉടയവനല്ല. ആ അല്ല സർവശക്തനല്ല. ഈ സർവശക്തിയും സർവവ്യാപിത്വവും എല്ലാം അള്ളാഹുവിന് കൽപ്പിച്ചു കൊടുത്തയാൾ മുഹമ്മദാണ്. 360 വിഗ്രഹങ്ങളെയാണ് നശിപ്പിച്ചിട്ട് ഇയാൾ ഈ അള്ളാഹുവിന് അവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇയാൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നിയോ അതെല്ലാം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇയാൾ ചെയ്യുകയും അവകൾ പിറ്റെന്ന് എഴുത്തായിട്ട് പുറത്തു വരികയും ചെയ്തു. ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ചതിക്കലാണെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ പിറകിലേക്ക് വേറെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. ഇസ്രായേലിന്റെ ദൈവത്തെ മറയ്ക്കുക എന്നതാണ് പൈശാചിക തന്ത്രം. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവമായ യഹോവയെ ജനം കാണാതാക്കുക എന്നുള്ളതാണ് പദ്ധതി. ദൈവത്തിന്റെ മക്കളായിരുന്നവർ ആ പദവി നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ആ ജനത്തെ തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ, ദൈവമക്കളാക്കി മാറ്റുവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തു എന്ന സത്യദൈവത്തെ ലോകം തിരിച്ചറിയാതാക്കുകയാണ് ചെകുത്താന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ഏറെക്കുറെ മുഹമ്മദിലൂടെ ചെകുത്താൻ ചെയ്തെടുത്തു എന്നതിന് സംശയമൊന്നും വേണ്ട. കാരണം ഈ മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് ദുഷ്ടൻ എന്ത് പറയുന്നു അത് ജനം കേൾക്കാൻ തയ്യാറാണെന്നുള്ളതാണ് പരമപ്രധാനമായ രഹസ്യം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ അസ്തരോത്തിനെ പറയുമ്പോഴും സീദോന്യ ദേവിയായ അസ്തരോത്തിനെ പരിചയപ്പെടുത്തുമ്പോഴും ദേവി എന്ന പദത്തിന് പകരം എലോഹീം ഉപയോഗിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എക്രോനിലെ ദേവനെ പരിചയപ്പെടുത്തുമ്പോഴും എലോഹീം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, എലോഹീം എന്ന പദം ദൈവം എന്നതിന് പകരമായി, അല്ലെങ്കിൽ ദൈവം എന്ന പദം എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ അവിടെ എല്ലാം ഉപയോഗിക്കാം. നിന്റെ ദൈവം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ആ ദൈവം അന്യദൈവമായിരിക്കാം, അവിടെ എലോഹീം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അമ്മാതിരി ഇടങ്ങളിലൊക്കെ ഇപ്പറഞ്ഞ അല്ലാ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദത്തിന് ഖുറൈശികളുടെ ഗോത്ര ദൈവമായ അള്ളായുമായി യാതൊരു ബന്ധവും ഇല്ല. ഈ വസ്തുത നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഒരു ഇസ്ലാമിക സഹോദരന്മാരും നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കാതിരിക്കേണ്ടതിനാണ് ഈ പദപ്രയോഗം ഞാൻ പിന്നെ ഓർപ്പിക്കുന്നത്. അല്ലാ എന്ന പദപ്രയോഗം ഇസ്ലാമികളുടെ ദൈവത്തെ സൂചിപ്പിക്കുന്നതല്ല. ഇസ്ലാമികളുടെ ദൈവം അവിടെ ഉണ്ടായിരുന്ന 360 ദൈവന്മാരിൽ ഒന്നാണ്.
ആ അള്ളാഹു അല്ല ഈ അള്ളാഹു. രണ്ടും പദങ്ങൾ ഒന്നാണെന്ന് വെച്ച് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ ധരിച്ചു കളയരുത്. ഒറിജിനൽ നോട്ടും കള്ളനോട്ടും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ കൃത്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവറ്റകൾ രണ്ടും. അവകൾ ആരും മറന്നു പോകാതിരിക്കേണ്ടതിന് കരുതലുള്ളവരായിരിക്കണം എന്ന് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പിന്നീട് അവർ പതിയെ ചെയ്തിരിക്കുന്നത്, യഹോവയുടെ സ്ഥാനം മുഴുവൻ ഇവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. യാഹ്വേ എന്ന പേര് തന്നെ തള്ളി മാറ്റിക്കൊണ്ട് ബൈബിളിൽ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം അവരുടേതാണെന്നാക്കി തീർത്തുകൊണ്ട് യഹോവയെ പതുക്കെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ആ സ്ഥലത്ത് ഒറിജിനൽ ഖുറൈശികളുടെ ഗോത്ര ദൈവം സ്ഥാനാരോഹണം ചെയ്തിരിക്കുകയാണ്. അതുവഴി ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രത്തെയും ഹൈജാക്ക് ചെയ്യുകയും ഇസ്രായേലിലെ മുഴുവൻ പ്രവാചകന്മാരും ഇവരുടെ പ്രവാചകന്മാരാണെന്ന് വരുത്തി തീർക്കുകയും യേശുക്രിസ്തുവിനെ അതിലൊരു പ്രവാചകൻ മാത്രമാക്കി നിർത്തിക്കൊണ്ട് ബെഞ്ചിൽ ഒതുക്കുകയും ചെയ്തിട്ട് മുഹമ്മദ് രംഗപ്രവേശനം ചെയ്യുകയും അവരുടെ അള്ളാഹുവിനെ എല്ലാ ബെഞ്ചിലും അവരോഹണം ചെയ്തിട്ട് എല്ലാ ബെഞ്ചിലും അവരോധിച്ചിട്ട് അതുവഴി ലോക ജനതയ്ക്ക് ദൈവമക്കളാകുവാൻ വേണ്ടി ദൈവമൊരുക്കിയിരുന്ന പദ്ധതിയെ മൂടുവാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കുമെന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നതിന് പ്രകാരമാണ് മരിക്കാൻ വന്നത്. അങ്ങനെ തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു വന്നു, തിരുവെഴുത്തുകളിൻ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തിരിക്കുന്നു. ഇനി തിരുവെഴുത്തുകളിൻ പ്രകാരം കർത്താവ് മടങ്ങി വരും. എന്നാൽ മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ തിരുവെഴുത്തിനെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാഷാണ്ഡത വെച്ച് പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്നുപെടും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇസ്രായേലിന്റെ ദൈവത്തെയും രണ്ടാമത് ഇസ്രായേലിന്റെ ദേശത്തെയും മൂന്നാമത് അവന്റെ ആലയത്തെയും കൈക്കലാക്കുകയാണ് ഈ ചെകുത്താന്റെ ഉദ്ദേശമായിരുന്നത്. ഇപ്പോഴും അവർക്കത് കലിപ്പ് തീർന്നിട്ടില്ല. ഇസ്രായേലിനെ നശിപ്പിക്കുക, ക്രിസ്ത്യാനിയെ കൊന്നുകളയുക, ഇതാണ് പിശാചിലൂടി ഇവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. അതാണ് 2023 ഒക്ടോബർ 7 മുതൽ ഹമാസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾ. അതിന്റെ പിറകിലിരുന്ന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന ഖമനയെയും ഇപ്പോൾ ഹൂറികളുടെ മടിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവരങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മുഴുവൻ അസമാധാനത്തിൽ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ചെകുത്താന്യ ഉപദേശമാണ്. ഇസ്രായേലിന് അന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇസ്രായേലിൽ ഒരു പെൺകുട്ടിയാണ് വിഷം കൊടുത്ത് ഈ പ്രവാചകനെ കൊന്നത്. പക്ഷേ ആ വിഷം നാട്ടിലാകെ വ്യാപിച്ചു. ആളെ കൊന്നേ ഉള്ളൂ, വിഷം നാട്ടിലാകെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയുവാനും വിളിച്ചു പറയുവാനും നമുക്കാവോളം കഴിയണം. അതിനെ പ്രചരിപ്പിക്കുവാൻ പിശാച് ഇവർക്ക് സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിശാച് ഇവർക്ക് ഒരുപാട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ, ഇതിനെതിരെ നിൽക്കുന്നവരെ നിങ്ങൾ കൊന്നൊടുക്കിയാൽ, നിങ്ങൾ ദേശത്താകെ ഇത് പ്രചരിപ്പിച്ചാൽ സ്വർഗത്തിൽ വരുമ്പോൾ ലൈംഗികത തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലൈംഗികതയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് കിട്ടുന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിവാഹം അത് പവിത്രമാണ്. നിങ്ങൾ നോക്കൂ, എത്ര സ്ത്രീകളാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ വിധവകളായി നിൽക്കുന്നത്. പുനർവിവാഹത്തിന് തടസ്സം എത്ര കന്യാസ്ത്രീകളാണ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവരുടെ കടമകൾ നിറവേറ്റാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നത്. എത്ര അച്ഛന്മാർ പ്രകൃതിക്കെതിരായി വിവാഹം കഴിക്കാതെ ജീവിച്ച് മറിക്കുന്നു എന്നൊക്കെ തെറ്റാണ്, മരിക്കുന്നു. നിലവിളി, ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞ് എന്തിനാ ഇങ്ങനെ കരയുന്നത്? കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ ഈ കരച്ചിലിന് കാര്യം ഉണ്ടോ, വല്ല കാര്യം ഉണ്ടോ എന്നായിരിക്കും. പിന്നെ ഹൂറിമാരുടെ കാര്യം ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. കാരണം മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ലൈംഗികതയാണ്. എത്ര അല്ല എന്ന് പറഞ്ഞാലും ഈ ലോകത്ത് എന്തെല്ലാം പ്രയാസങ്ങളും തരണം ചെയ്ത് ജീവിക്കുന്നത് മനുഷ്യന് മരിച്ചാൽ എങ്കിലും അല്പം ശാന്തത വേണ്ടായോ? അത് 10,000 വർഷം മുമ്പുള്ള ഹിന്ദു പുരാണങ്ങളിൽ പോലും അപ്സരസ്സുകളെ കുറിച്ചുണ്ട്. ആട്ടെ, നിങ്ങളുടെ സ്വർഗത്ത് എന്താണ് കേൾക്കട്ടെ. ഇങ്ങനെ പാവങ്ങള് ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതിന് ശേഷം അവിടെ ചെന്ന്
ലൈംഗികത ഉണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ലൈംഗികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് വേറൊന്നും പറയാനില്ല, വേറൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം തലച്ചോറ് വെച്ചല്ല ചിന്തിക്കുന്നത്, ലിംഗം വെച്ചാണ് ചിന്തിക്കുന്നത്. വേറൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനപ്പുറം ഇവരെ കൊണ്ട് കഴിയില്ലെന്നുള്ളതാണ് പ്രത്യേകത. ആ ലൈംഗികത ഇങ്ങനെ മനസ്സിൽ പേറി ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളെ കണ്ടാൽ ഇവരുടെ അണ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് സ്ത്രീകളെ മുഴുവൻ മൂടി ഇവർ കൊണ്ട് നടക്കുന്നത്. കേരളത്തിൽ ഒരു അണ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് ജയിലിലായി പോകും എന്നുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിൽ ചെന്നിട്ടത് പൊട്ടിക്കാൻ വേണ്ടി ആവലോടിരിക്കുന്ന എന്തെന്ന് പറയാൻ, എന്ത് രോഗികളാണെന്ന് പറയാൻ എന്ന് എനിക്കറിയില്ല. ഭൗതിക ലോകവും അതിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും എന്താണെന്ന് തിരിച്ചറിയാത്ത ഇവറ്റകൾ ഏത് സ്വർഗത്തെ കണ്ടിട്ടാണ് ഇരിക്കുന്നത് എന്നെനിക്കറിയില്ല. ജനത്തെ മുഴുവൻ ഇമ്മാതിരി മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും മലീമസമാക്കുവാൻ ഒരു പിശാചിന്, ഒരു പ്രവാചകനിലൂടെ കഴിഞ്ഞു എന്നുള്ളത് പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ രഹസ്യമാണ്. കണ്ടോ, ദൈവം എന്ന പദത്തിന് തത്തുല്യമായി അറബിക്കിൽ ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ് സത്യദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികളുടെ ഒരു ഗോത്ര ദൈവത്തെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഇത്രയധികം വളർത്താൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ പിശാച് എത്രയധികം അവരെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ. ഇത് നമ്മൾ തിരിച്ചറിയണം. ആ ജനത്തിന്റെ സ്വർഗീയ പ്രത്യാശ എന്താണ്? ആ ജനത്തിന് ആകെയുള്ള പ്രത്യാശ എന്താണ്? മനുഷ്യരെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്? മനുഷ്യനെ പോലും ഇറച്ചിക്കട്ടകളായി കാണുന്ന ഇവരുടെ കണ്ണുകൾ പൈശാചികമല്ലാതെ മറ്റെന്താണ്? കാര്യം നിങ്ങൾ തിരിച്ചറിയുക. രണ്ടല്ലായും ഒന്നല്ല. തിരുവെഴുത്തിൽ പറയുന്ന യഹോവയായ ദൈവമാണ്. ഇവർ പറയുന്ന അതല്ല. പറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കുക, ആരും കബളിപ്പിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. സൂക്ഷ്മതയോടെ ജീവിച്ച് നിത്യതയ്ക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.